ഭയത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാണോ നിങ്ങൾ? ഭയം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. മനുഷ്യരാശി ഉണ്ടായ മുതൽ ആദ്യം മുതലേയുള്ള നമ്മുടെ ഒരു ഇമോഷനാണ് ഭയം. ഭയത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നെ സമീപിക്കുന്ന പലരും ഏറ്റവും വലിയ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭയമാണ്. ഒരു കഥ പറയാം. ഒരു രാജാവ്, അതായത് ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭടന്മാർ വന്നിട്ട് പറഞ്ഞു, പുറത്തൊരു ഭീകരകാരനായിട്ടുള്ള വലിയൊരു രാക്ഷസൻ വന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഭയമാവുന്നു, ഞങ്ങൾക്ക് നേരിടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് ഉടനെ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ദൂരെ അതിഭീകരനായ വളരെ വലിയ ആകാരമൊക്കെയുള്ളൊരു രാക്ഷസൻ വെല്ലുവിളിച്ചു അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജാവ് ഒന്ന് നോക്കിയ ശേഷം അതിനോട് നടന്നടുത്തു, രാക്ഷസനോട് ആ സമീപത്തേക്ക് അടുത്തു. ഓരോ സ്റ്റെപ്പായി രാജാവ് ആ രാക്ഷസന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാക്ഷസൻ ചെറുതായി വന്നു. അങ്ങനെ രാജാവ് തൊട്ടടുത്തെത്തിയ സമയത്ത് ഈ രാക്ഷസൻ എന്ന് പറയുന്ന ഭീകരൻ വളരെ ചെറിയൊരു പാവക്കുട്ടിയെ പോലെ ചെറുതായി. രാക്ഷസനെ ഈ രാജാവ് കയ്യിലെടുത്തിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഓടാ. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഈ രാക്ഷസൻ നമ്മളിപ്പോൾ ഭയപ്പെടുന്ന ആ ഭീകരമായിട്ടുള്ള സംഭവമാണ്, ആ ഭീതിയാണ്. ഭയത്തെ നമ്മൾ ദൂരെ നിർത്തും തോറും അത് ഭീകരമായിട്ടുള്ള ഭീമാകാരനായിട്ടുള്ള ഒരു രാക്ഷസനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ ഭയത്തെ അല്ലെങ്കിൽ ആ ഭയപ്പെടുത്തുന്ന സത്യത്തെ നമ്മൾ നേരിടാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അടുക്കും തോറും അത് ചെറുതായി വരുന്നതായും അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും.